കട്ട കലിപ്പിലാണ് ജിൻഡോ. ഇവിടെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റത്തെ ടാസ്ക് കഴിഞ്ഞു. ഫസ്റ്റത്തെ ടാസ്കിൽ വിജയിച്ചത് സിജോയും സായിയും അപ്സരയും അടങ്ങുന്ന ടീമാണ് വിജയിച്ചത്. അതിൽ ഗെയിം കളിച്ചത് സിജോയും സായിയുമായിരുന്നു. പക്ഷേ സിജോയും സായിയും അവിടെ കള്ളത്തരം ചെയ്താണ് ഗെയിം ജയിച്ചത് എന്നാണ് ഇപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ പതപ്പിക്കൽ ടാസ്ക് ആയിരുന്നു. സോപ്പ് മാക്സിമം ഏറ്റവും ആദ്യം തീർക്കുന്നത് ആര് എന്നുള്ളതായിരുന്നു അവിടുത്തെ ഗെയിം എന്ന് പറയുന്നത്. സോപ്പ് ഫസ്റ്റ് തീർത്തത് ആര്. അപ്പോൾ അവിടെ ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോ നോക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ വലിയൊരു സോപ്പ് കഷ്ണമായിരുന്നു. അവിടെ വളരെ ചെറിയ സോപ്പ് കഷ്ണം ഉണ്ടായിരുന്നത് അഭിഷേകിന്റെ കയ്യിലായിരുന്നു. പക്ഷേ എന്നിട്ട് എങ്ങനെ സിജോയും സായും വിജയിച്ചു എന്നുള്ളതാണ് ജിൻഡോയുടെ ചോദ്യം. അവിടെ അവര് ഉഡായിപ്പ് കാണിച്ചിട്ടുണ്ട് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. പക്ഷേ അതെനിക്ക് മനസ്സിലായി ഉഡായിപ്പ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഉഡായിപ്പ് കാണിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോഴത്തെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ജിൻഡോ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മാണിക്യക്കല്ല് മോഷ്ടിച്ചേനെ. അപ്പോഴത്തെ ഒരു രക്ഷപ്പെടലാണ് വേണ്ടതെങ്കിൽ. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് എനിക്ക് അവസാനം വരെ ഇവിടെ നിൽക്കണം, ഫൈനലിലെത്തണം, അവിടെ പ്രേക്ഷകരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഗെയിം കളിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെ ഉഡായിപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല എന്നാണ് ജിൻഡോ പറയുന്നത്. അതവിടെ സിജു ആണെന്നുണ്ടെങ്കിലും സായി ആണെന്നുണ്ടെങ്കിലും തുറന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നു അവർ ഉഡായിപ്പ് കാണിച്ചു എന്നുള്ളത്. സോപ്പ് അവർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചു കളഞ്ഞ് അതവർ ഉരച്ച് കളഞ്ഞിരുന്നു. അങ്ങനെ അവർ പെട്ടെന്ന് സോപ്പ് തീർത്തത് അവരങ്ങനെ ജയിച്ചതും. പിന്നീട് പക്ഷേ സോപ്പ് തപ്പിയ സമയത്ത് സോപ്പ് കിട്ടിയില്ല. അപ്പൊ അത് അവരുടെ ഗെയിമിന്റെ വിജയമാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഉഡായിപ്പുകൾ ഗെയിമിൽ കാണിക്കാമെന്നുള്ളത് അവിടെ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ചെറിയ ചെറുതായിട്ടൊക്കെ കാണിക്കാമെന്നുള്ളത്. അങ്ങനെ ഒരു ചെറിയ ഉഡായിപ്പ് അവിടെ സിജോയും സായും ചെയ്തു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ജിൻഡോ പറയുന്നത് അങ്ങനെ ജയിച്ചിട്ട് കാര്യമില്ല, പ്രേക്ഷകർ ഇത് കാണുന്നതാണ്, ഇങ്ങനെ കള്ളത്തരം ചെയ്തത് ഒട്ടും ശരിയായില്ല. അവിടെ വിജയിക്കേണ്ട ടീം ശരിക്കും അഭിഷേകിന്റെ ടീമായിരുന്നു. സെക്കൻഡ് കിട്ടേണ്ടത് ജിൻഡോയുടെ ടീമിനായിരുന്നു എന്നാണ് ഇപ്പോൾ ജിൻഡോ പറയുന്നത്. അവരോട് ചെയ്ത കള്ളത്തരം അത് ഒട്ടും ശരിയായില്ല. അതുകൊണ്ട് തന്നെ കട്ട കലിപ്പിലാണ് ജിൻഡോ.